അസിത, പൂരം വിഷയം വീണ്ടും സജീവമാവുകയാണ്. ത്രിതല അന്വേഷണം പുരോഗമിക്കുമ്പോഴും ADGPയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം മുൻ MLA VS സുനിൽകുമാർ ഉയർത്തുന്നുണ്ട്. അതേ സംശയം തന്നെ പറയുന്നുണ്ട് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ, അല്ലേ? അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയല്ലേ? ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ADGP അന്വേഷണം നടത്തി DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടാണ്. പക്ഷെ അതിൽ വീണ്ടും അന്വേഷണം ആവശ്യമുണ്ട് എന്ന് കണ്ട് DGP ഒരു കവറിംഗ് ലെറ്റർ കൂടി വെച്ച് വീണ്ടും ഒരു അന്വേഷണത്തിന്റെ മുന്നിൽ വെച്ചൊരു റിപ്പോർട്ടാണ്. അത് ഈ ത്രിതല അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പുറത്തു വരുന്നതിൽ ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് സ്വാഭാവികമായും സംശയം ഉയരാം. അത് തന്നെയാണ് ചില ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന തരത്തിലുള്ള സംശയമാണ് VS സുനിൽകുമാറും ദേവസ്വം ഭാരവാഹികളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്തത്. അത് ഇന്ന് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്നുള്ളത് കാണാം. പൂരം വിവാദത്തിൽ ത്രിതല അന്വേഷണം നടക്കുമ്പോൾ ADGPയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന സംശയമുണ്ടെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. വരാഹി കോർഡിനേറ്റർ വിളിച്ചാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്. അക്കാര്യം ADGPയുടെ റിപ്പോർട്ടിൽ ഇല്ല. CCTV ദൃശ്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയവർ പൂരം ദിവസം ദേവസ്വത്തിലുണ്ടായിരുന്നു. പ്രത്യേക പാർട്ടിക്ക് മാത്രം സൗകര്യം ചെയ്ത ഉദ്യോഗസ്ഥൻ ആരാണെന്നറിയണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. അതേസമയം പൂരം വിവാദത്തിൽ ADGP അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. ദേവസ്വങ്ങളുടെ മുകളിൽ പഴിചാരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. റിപ്പോർട്ടിലുള്ളത് അജിത് കുമാറിന്റെ മാത്രം നിരീക്ഷണങ്ങളാണെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ADGPയുടെ വേർഷനിലുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ത്രിതല തലത്തിലുള്ള ഈ അന്വേഷണം നടത്തിയത്. ഇപ്പൊ ത്രിതലത്തില് രണ്ട് വിഭാഗം നമ്മളെ അന്വേഷണം ഹിയറിംഗ് നടത്തി കഴിഞ്ഞു. ഈ മൂന്നാമത് ആരാണോന്ന് അറിയില്ല. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഇത് വെറുതെ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.